കപ്പിൾസിലാണ്, ഫുൾ കിസടി പരിപാടികളാണ്. കപ്പിൾസ് വരാണെങ്കിൽ ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാം അല്ല. റെഡ് കണ്ണുണ്ട, ചില ആമയുടെ ബാനാ ഇവിടെ. കള വഴി ഉണ്ടായിരുന്നൊരു പുറത്തേക്കൂടെ. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇപ്പൊ രാവിലെ 8:30. ബിഗ് ബോസ് പണ്ട് 5 മണിക്ക് എഴുന്നേറ്റ് പോകാറുള്ളതാ. 8 മണി 8:30. എവിടേക്കാ പോണ്ടേ? പാലക്കാട് ഫോർട്ട്. അവിടെ ഇതായിട്ട് പോയിട്ടില്ല. അപ്പൊ അവിടെ വരെ പോവാന്ന് വെച്ചു. അപ്പോഴാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ മെയിൻ ചായക്കടയിൽ, കോഫിക്കടയിൽ കോഫി കുടിച്ചെന്ന് ഫുഡ് കഴിക്കാം. നമുക്ക് ഇതില് ഫുഡ് എക്സ്പ്ലോറിങ് ആക്കിയാലോ? കൊറേ കുത്തിയിട്ടുണ്ട്. കഴിക്കണത് ഇച്ചിരി ജസ്റ്റ് പേരിന് കഴിക്കണ മാതിരി. ലൈക്ക് നമ്മൾ ഇങ്ങനെ പോണ വഴിക്ക് എന്തെങ്കിലും ലൈക്ക് ഒരു വെറൈറ്റി സാധനം കാണുകയാണെങ്കിൽ കഴിക്കാൻ പറ്റില്ല. പിന്നെ വെറൈറ്റി ആയിട്ട് കാണും. സാധാരണ പോകുമ്പോ കോഴിക്കോട് ഭാഗത്ത് പോകുമ്പോ ഫ്രൈസ് ആണൊക്കെ അടിച്ച് കയറ്റുന്നു. സാറെ പൈസ എനിക്ക് ഫ്രൈ വേണ്ട, എനിക്ക് വൈകിയ വയറ് പ്രശ്നമൊക്കെ. അതെന്തെങ്കിലും നല്ലത് കാണാണെങ്കിൽ, നല്ല സാധനം കാണാണെങ്കിൽ തൂക്കിട്ടല്ലേ കാണാൻ പറ്റുള്ളൂ. കടയിൽ പോയി കാണാൻ പറ്റും. ശരി, ബൈ. ഹലോ ഗൈസ്, കോഫി കുടിച്ച വീഡിയോ നിൽക്കാൻ പറ്റില്ല. നമ്മ കൊറേ ദൂരം എത്തി. എവിടെ എത്തി? പാലക്കാട് ലുലുലെത്തി. പക്ഷെ നടക്കിയൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല ഗൈസ്, ബിക്കോസ് വി വർ ബിസി ടോക്കിംഗ് അബൌട്ട് നത്തിങ്. പിന്നെ ഫുഡ് നല്ല സ്ഥലം കണ്ടില്ല. അപ്പൊ അവസാനം 11 o'clock ആയി. ഒരു വൈഫിനെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോ ബേസിക് കാര്യമാണ് അതിന് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക. ഇത് അച്ഛനോട് എന്നാലും നേരത്തെ ഫുഡും കിട്ടില്ല. ഇപ്പൊ അതും ഇല്ലാണ്ടായി. പണ്ട് 5 മാത്രമായിരുന്നു ലേറ്റ്. ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റ്. ശരിയാ. ഇനി എന്തു 1 മണിക്ക് ആദ്യം കഴിക്കാൻ. ഈ കാണുന്നതാണ് ലുലു. ഈ പാലമണി നോക്കി, പുഴ നോക്കി കാണുന്നുണ്ടോ ഗൈസ്? ഇച്ചിരി വയറ് കാണുന്ന മാറ്റിയേക്ക്. അങ്ങനെ നമ്മൾ ലുലുവിലേക്ക് എത്തി. പക്ഷെ വിചാരിച്ച പോലെ ഒട്ടും തിരക്കില്ല കേട്ടോ. ബ്ലോക്കൊന്നും ഇല്ല, തിരക്കില്ല. പക്ഷെ നമ്മുടെ സമയം അല്ല, മറ്റേ ബില്ല് പേ ചെയ്യാൻ വലിയ തിരക്കില്ലല്ലോ. ചിക്കനൊക്കെ ഉണ്ട്. ചിക്കൻ ബില്ല് ക്യൂ വെക്കണ്ട. ഇത് ഭയങ്കര അഡിക്റ്റഡ് ആയിരുന്നു ഞാൻ ഈ സാധനം. ഇത് ഡേറ്റ്സിന്റെ അല്ലേ മറ്റേ. അപ്പൊ ഫുഡ് ഓർഡർ ചെയ്തിട്ട് വീഡിയോ എടുക്കാം. അപ്പൊ നമ്മളെന്തൊക്കെ മേടിച്ചിട്ടുണ്ട്? ഇത് ലുലുല, നല്ല വൈബുണ്ടല്ലോ ഇവിടുത്തെ ലുലു. ആൾക്കാർ കുറവായിട്ടും പുറത്തേക്ക് 2 ഫ്ലോറുള്ളൂ അല്ലേ കഴിക്ക്. നമ്മൾ പനീർ ദണ്ടിക്കൽ ബിരിയാണി, ചിക്കൻ ഫ്രൈഡ് ചിക്കൻ, ഇത് മറ്റേ ചിക്കൻ. അപ്പം നീ പനീർ പൊട്ടിക്ക് ആദ്യം. ഫ്രൈ ഗ്യാസ് കയറണം മുന്നേ. അല്ലെങ്കിൽ ആ പ്ലേറ്റ് കളയത്. പക്ഷേ കഴിക്കേ സമയമില്ല. പൊട്ടിക്കൂ, കഴിക്കൂ. ഗുഡ്. ഞാൻ ഇച്ചിരി റൈസ് പൊട്ടിച്ചോ, ഇച്ചിരി കഴിക്കാം. ഗ്യാസ് കണ്ട് നൈസ്. എനിക്ക് പനീർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ പനീർ ഇട കണ്ടാലും മേടിക്കും. പക്ഷെ നമ്മൾ നിർത്തിയതാണല്ല. എന്നിട്ട് കഴിച്ചു നോക്ക്. റൈസ് ഉണ്ട്, കഴിച്ചോക്ക്. ദണ്ടക്കൽ ബിരിയാണി. പനീർ നല്ല അടിപൊളിയുണ്ട്. പനീർ ചീസ് നല്ലതാണ്. ഇത് മൊത്തം സാധനം മേടിച്ചിട്ട് നമുക്ക് 800
2 പനീർ ഒന്നും പറയാനില്ല. ബിരിയാണി നൈസിലാണ്. പനീർ ഇതൊക്കെ എന്താ ഞാൻ പനീർ ഹോട്ടലിലേക്ക്. പക്ഷെ നമ്മൾ എറണാകുളം വെച്ചപ്പോൾ ഇത്ര കട്ടിയുണ്ടായിട്ടാണ് ചെറുതായതോ. അന്ന് നമ്മൾ 4-8 പീസാണ് ഉണ്ടായിരുന്നു. പനീരൊന്നും പറയാനില്ല. അടുത്ത് റോസ്റ്റൻ ചിക്കൻ, തൈസ് ചിക്കൻ. കഴിക്ക്. ഇത് ഇപ്പൊ പൊട്ടിക്കണ്ട. ഇത് കഴിച്ചിട്ട് ബിരിയാണി കൂടി കയറില്ല. പക്ഷെ റൈസിന് കുറച്ചുള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ റോസ്റ്റൊക്കെ കുറെ കാലല്ലേ. ഒരു സമയത്ത് ഉണ്ടായിരുന്നു. എന്താണ് വയറൊക്കെ ഓപ്സിറ്റ് നമ്മൾ ഓരോന്ന് മാറ്റി എഴുതായി. ചിക്കൻ ഫ്രൈ ഉണ്ട്. ചിക്കനൊരു ഫ്ലേവർ ഉണ്ട്. നമ്മളിപ്പോ വന്നത് എവിടെയാണ്? ഇത് ഫോർട്ട്, പാലക്കാട് ഫോർട്ട്. അപ്പൊ ഡിറ്റ ചെരുപ്പ് മാറി ഷൂ ഇടുന്നു. ട്രക്കാനൊന്നും ഇല്ല, സിമെന്റ് ഇട്ട് വഴിയാ. ഡിറ്റ ഷൂ ഇട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ സ്റ്റൈലിൽ പോവാം. കാർ പാർക്ക് ചെയ്ത് നമ്മൾ എവിടെയാണ് ഇനി ഉള്ളിൽ കയറണം. എൻട്രി ഫീസ് കൊടുത്ത് കയറണം. നമ്മളിവിടെ ക്യാഷ്ലെസ് ആയിട്ട് ക്യാഷ് എടുക്കാൻ വീണ്ടും പോയി. ഗൂഗിൾ പേ അത് തെണ്ടിത്തരാണ്. ഇവിടെ നെറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. അവിടെ എഴുതിയുണ്ട് ക്യാഷ്ലെസ്സിന് 20 രൂപ. ആ അതായത് ക്യാഷായിട്ട് കൊടുക്കുകയാണെങ്കിൽ 20 രൂപ ഉള്ളൂ. ഗൂഗിൾ പേ കൊടുക്കുകയാണെങ്കിൽ 25 രൂപ. അതെവിടെ ഇതുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കാം 5 രൂപ പോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ പെർ ക്യാഷ് പേയ്മെന്റ് 25, ക്യാഷ്ലെസ് 20. കുറവാണല്ലേ. അതായത് കണ്ടത് ഇവിടെ എൻട്രി ഫീസ് 20 ഉള്ളൂ. മ്യൂസിയം ₹0. AC എന്നിട്ടാണോ ടോട്ടല്? അങ്ങനെ നമ്മൾ ഫോർട്ടിൽ കയറിയിരിക്കുന്നു. ഞാൻ ചോദിച്ച ഫോർട്ട് എന്ന് വെച്ചപ്പോ കടലിലായിരിക്കുമല്ലോ, അവിടെയുള്ള അറ്റാക്ക് ഉണ്ടാവാ. അതാ പറഞ്ഞേ. സിറ്റിയിലെ നടുക്കിലാണ് ഈ ഫോർട്ട്. പക്ഷെ രസമുണ്ടല്ലേ. ആമ മറ്റേ ആമേനെ കാണിച്ചാൽ 2 ആമയുണ്ട്. നല്ല കുറെ ആമയുണ്ടല്ലോ. ഇവിടെ ഉണ്ടല്ലോ നല്ല കളർഫുൾ ഗ്രീൻ അല്ലേ. ഇതെന്തിനാ ഇത്? ആൾക്കാർക്ക് അങ്ങോട്ട് കടക്കാണ്ടിരിക്കാൻ വേണ്ടിയാ. എന്തൊരു താഴ്ച ഉണ്ടാവോ എഴുതിച്ചിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഇതാണ് ഇവിടുത്തെ വ്യൂ. എൻട്രി ഇതാണ്. പക്ഷെ ആരും സെക്യൂരിറ്റി ഒന്നും ചോദിച്ചില്ല. അങ്ങനെ നമ്മൾ ഫോർട്ടിലേക്ക് കയറുന്നു. സെക്യൂരിറ്റിക്കാരായിട്ട് ആരുമില്ല. അതോ ഇത്ര പച്ച? ഈ വെള്ളം റൊട്ടേഷൻ ഒന്നും ഉണ്ടാവില്ല. വേ ടു ഫോർട്ട്. അപ്പോൾ നമ്മൾ ഫോർട്ടിലേക്ക് കയറുന്നു. ഇത് വലിയ ഫോർട്ടാണോ?
രസമുള്ള സ്ഥലമാണ്. സിനിമയിലൊക്കെ പറഞ്ഞ സ്ഥലമാണ്. ഞാൻ പണ്ടിട്ട് കയറണമെന്ന് വിചാരിച്ച സ്ഥലമാണ്. ഇതിന് ഫോർട്ടിനല്ലേ? പക്ഷെ ഈ പാലുള്ള എനിക്ക് അതേ മീനുകളൊക്കെ നൈസ് നോക്കിയാലോ, കാണാൻ പറ്റുന്നുണ്ടോ? ഓ നൈസ്. എന്തോരാ നീ ഇത്ര, ഞാൻ ആദ്യമായിട്ട് ഇത്ര മാത്രം ആമേനാണ്. നല്ല സൈസുള്ള ആമ. പക്ഷെ ഇത് നാച്ചുറൽ ആമയാണോ? അല്ല ലൈക്ക് അങ്ങനെയല്ല, കേരളത്തിൽ വളർന്ന കുറെ ആമകളുണ്ട്. ആമസോൺ ആമയൊക്കെ വന്നു കഴിഞ്ഞാൽ നശിപ്പിക്കും. ഇത് ഇവിടുത്തെ ആമ തന്നെയാന്ന് തോന്നുന്നു. പ്രശ്നമില്ലാത്ത ആമയായിരിക്കും. ആ റെഡ് കണ്ണുണ്ട, ചില ആമകൾ ബാനാ ഇവിടെ വളർത്താൻ പാടില്ല. അതൊക്കെ ഒന്നും പറയണ, അത് സാധനങ്ങൾ മൊത്തത്തിന് എക്കോസിസ്റ്റം മൊത്തം തകർക്കും. അങ്ങനത്തെ ആമ പോയി റെസ്റ്റ് എടുക്കും. വിശക്കുമ്പോൾ പുറത്തേക്ക് വരും. ആമയ്ക്ക് സുഖം. അത് മീൻ എന്താ പറയുക, നേരെ പോയി കടിച്ചു തന്നാൽ മതി. ചെറിയ മീനുകളല്ലോ, ഒരു വലിപ്പമുള്ള മീനുകളല്ലേ, അതെ ചെറുതൊന്നും. അതിനൊക്കെ ആമ അടിക്കണ്ടാവും. അങ്ങനെ നമ്മൾ കയറിയിരിക്കുന്നു. പാലക്കാടിന്റെ ചരിത്രം ഇവിടെ ഉണ്ട്. അപ്പൊ വായിക്കുന്നവർ പോസ് ചെയ്ത് വായിച്ചു. അതായത് 1976 സുൽത്താൻ പാലക്കാട് ശേഷം ഹൈദരാലി ഇവിടെ നിന്ന് കോട്ട പുതുക്കി പണിതു. 1766 ഹൈദരാലി. ഇതിപ്പോ ഉള്ളിക്കൂടെ നമ്മൾ കേറി വീണ്ടും കേറി ഇങ്ങനെയല്ലേ. പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ, ഫുൾ നല്ല ഹൈറ്റുള്ള മതിലുകൾ. ഇനി ഭംഗിയുള്ള ഏരിയ വരുമോ? യെസ്, വന്നു. ഇതാണ് കോട്ട്. അല്ല ശരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതാ. നമുക്ക് തിരിച്ചു കയറാം. മോളിൽ നിന്നുള്ള വ്യൂ. ഇത് നമ്മൾ നേരത്തെ കണ്ട മോളിൽ നിന്ന് നോക്കി കഴിഞ്ഞ ഫ്രണ്ട് ഭാഗം കാണാം. ഇതാണ് ഇനി ഇതായിരിക്കും ശരിക്കുള്ള ഇത് അമ്പലമാണ്. ഇത് അമ്പലം. വരേണ്ട ആവശ്യത്തില്ല. ഇത് അമ്പലോ ഇതിൻ്റെ ഉള്ളിലൊരു അമ്പലമുണ്ട്. ഫോർട്ടിനുള്ളിൽ ഫസ്റ്റ് കയറുമ്പോൾ ഒരു അമ്പലമുണ്ട്. ഹനുമാന്റെ അമ്പലമാണെന്ന് തോന്നുന്നു. ഗണപതി ഹോമം, ആനയോട്ടം, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇത് പക്ഷെ മുസ്ലിം അല്ലേ ഹൈദരാലി? പിന്നെ ഇങ്ങനെ അമ്പലം വന്നോ? ഇത് അമ്പലമുണ്ട്. അത് അമ്പല സ്റ്റിൽ എൻ്റെ ഉള്ളിൽ പരിപാടി ഉണ്ടോ? അത് അമ്പല. ഓടി നേരത്തെ കണ്ട സ്ഥലല്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് പോണ. ഇതിപ്പോ എന്താ സംഭവം? ഇപ്പൊ ഫോട്ടോ ഇത്രേ ഉള്ളൂ. അപ്പം രാവിലെ സമയം 8 മണി തൊട്ട് 5:30 വരെ. എവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ? അപ്പം ടിക്കറ്റ് എടുക്കണ്ട, ടിക്കറ്റ് എടുത്തിന് ചമ്മയാണ്. അപ്പം അമ്പലം വരെ ഫ്രീ ആയിട്ട് കയറാം. അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് കറങ്ങിയിട്ട് മുകളിൽ കയറി. ഡാൻസറൊക്കെ ഉണ്ട്, എല്ലാവരും ഡാൻസ്, ഷൂട്ടറൊക്കെ എന്താ പരസ്യം. ഇവിടെ എല്ലാ പരിപാടിയും നടക്കും. എവിടെ? അപ്പൊ ഇതാണ് ഫോർട്ട്. പഴയ രസം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. I like it. നമ്മുടെ എൻ്റെ സ്കൂളുകളുണ്ട്. പക്ഷെ അതിനൊക്കെ നല്ല കാശ് ചാർജ് ചെയ്യില്ലേ? ഇല്ല, ക്യാമറയ്ക്ക് 25 rupees. അത്രേ ഉള്ളൂ. സ്റ്റാൻഡ് ഇല്ലെങ്കിൽ എവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നോക്കാം. പാലക്കാട് ഫോർട്ട്. ഇതെന്തോ ചരിത്രം. Protected monuments. The monument has been declared to be a national importance under the Ancient Monument and Archaeological Sites and Remains Act 1958. As per the Ancient Monuments and Archaeological Sites and Remains,
നശിപ്പിക്കുകയാണെങ്കിൽ 1 ലക്ഷം രൂപ ഫൈൻ അടയ്ക്കും. ഇത് ചരിത്രമൊന്നുമല്ല, ഇതിലൊന്നും ഭംഗി കയറ്റാനല്ല, ഒന്ന് വൃത്തിയാക്ക. ജയിലായിരിക്കും, അറിയില്ല. ബേബി ഫീഡിംഗ് റൂം ടോയ്ലറ്റ് അപ്പുറത്തുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് കയറി നോക്കാം. അതെ അവിടെ എഴുതിണ്ടല്ലോ ട്രൈപ്പോഡ് ശരിയുണ്ട്. ഇത് ജയിലാന്ന് തോന്നുന്നു, അറിയില്ല, നോക്കാം. ഇത് ജയിലിൽ വെച്ച് ഇവരെ എൻട്രി കയറാണ്ടിരിക്കേണ്ടി അടച്ചിട്ട് പൊട്ടി. ഇതിന്നിട്ട് ഹോർട്ടിക്കൾച്ചർ ബ്രാഞ്ച് ഓഫ് ഉദ്ദേശം ഹോർട്ടിക്കൾച്ചർ കൃഷിയല്ലേ. ഈ പരിസരത്ത് പുകവലി കർശനമായി നിരോധിച്ചിരിക്കുന്നു. പക്ഷെ ഈ പരിസരത്ത് എന്താന്ന് എഴുതി വെച്ചത് വായിക്കാറുണ്ട്. വർഷങ്ങൾ പഴക്കമുള്ള മര. ഈ മരത്തിൽ ജോയിൻ ചെയ്തേക്കണല്ലേ. നൈസ്. തിരിച്ചറിവിനെ ഓർമ്മിപ്പിച്ചോ ഒരു വീട്. എന്നിട്ടത് ഇതൊക്കെ മറ്റേ വേസ്റ്റ് ഇട്ട് കത്തിക്കണ സാധനേ ആണെന്ന് വിചാരിക്കുന്നു അല്ലേ. അതല്ലേ ഇതിപ്പോ എന്തായിരിക്കും ഒരു 10 വർഷം. ഇത് ഇവിടെ ഇതിനുള്ള ബിൽഡിംഗ് ഒന്നുമില്ല. ബിൽഡിങ്ങിലേക്ക് മതിൽ മാത്രം ആയിട്ട് കാര്യമില്ല. പീരങ്കിയൊക്കെ അല്ല, രാജാവിന് താമസിക്കാനുള്ള ഇതൊക്കെ ആയിരിക്കും താമസിക്കാനുള്ള സ്ഥലം. പക്ഷെ ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഉള്ളിൽ കയറാൻ പറ്റണ്ടെങ്ങനെയാ? ഇതായിരിക്കും രാജാവ്. വെള്ളം പുറത്തേക്ക് വീഴ്ത്താനുള്ള പൈപ്പാണ്. ഈ മോളിലത്തോടെ ഇപ്പൊ പണിതാ. പണ്ടിലേക്ക് നമ്മുടെ തറ പോലെ പുറത്തേക്ക് വെള്ളം കയറുന്ന പൈപ്പ് ഉണ്ടല്ലേ, അതിന്റെ പൈപ്പാണ്. നിങ്ങൾക്ക് നോക്കാൻ ഇങ്ങനെ 1 2 3 4 ഓരോ സ്ഥലത്തു നിന്നും അത് വലിയ പൈപ്പില്ല, അത് മണ്ണൂന്നുണ്ടാക്കിയ പൈപ്പ്. ഇത് കപ്പിൾസൊക്കെ ഇരിക്കുന്ന സ്ഥലമായിട്ട് എനിക്ക് തോന്നുന്നു. എല്ലായിടത്തുണ്ട്, പക്ഷെ ഇത് എവിടെ ഒന്നും കാണാനില്ലല്ലോ. നമ്മൾ അവിടെ നിന്ന് നാട്ടിൽ ഇവിടം വരെ എത്തി. പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. കുറേ മെയിൻറ്റെയിൻ ചെയ്യാത്ത ബിൽഡിംഗ് ഉണ്ട് അല്ലേ. ഏരിയ നടക്കാനുണ്ടാവും, പക്ഷെ നമുക്ക് അല്ല അങ്ങനല്ല. നല്ല വ്യൂവോ അല്ലെങ്കിൽ വേറെ ഏതാ തൃശ്ശൂർക്കാരൻ വന്നിട്ട് എഴുതിച്ചു നോക്കി. ബെന്നു എന്നാണ് അതിൽ ഇരിക്കണേ. കണ്ടില്ല. ഓ ഇതൊന്നും കാണാൻ പറ്റില്ല എടി, ഇതൊന്നും കാണാൻ പറ്റില്ല. ഇങ്ങനെയാണ് നമ്മൾ ആ വഴിയാണ് നടന്നു വന്നത്. അപ്പം നമ്മൾ ആ വഴിയാണ് നടന്നു വന്നത്. അതാണ് ഫ്രണ്ട് വ്യൂ, ഇവിടുത്തെ വ്യൂ. ശരിക്കും ഇതൊക്കെ ഇത് ഇവിടുത്തെ ഇങ്ങനത്തെ ഒരു വ്യൂ. ഇതൊന്നും ഇവിടുന്ന് കുറച്ച് കാണാൻ പറ്റും. ശരിക്കും ഇവിടെ നടക്കാനുള്ള വഴി ഉണ്ടായിരുന്നു ഒരു പുറത്തേക്കൂടെ, പക്ഷെ അത് ക്ലോസ് ചെയ്തേക്കാം. നൈസ്. ഓ ഇത് മൊത്തം ഇങ്ങനെയാണല്ലോ. ഇവിടെ ഫുൾ കപ്പിൾസിലാണ്. ഇല്ല, കപ്പിൾസിലാണ് ഫുൾ കിസടി പരിപാടികളാണ്. അത് കാരണം വീടെടുക്കാൻ പോലും പറ്റില്ല. എന്ത് കഷ്ടമല്ലേ. അവർക്ക് കിസടിച്ചോട്ടെ, വീഡിയോയിലൊന്നും വെച്ചാൽ പ്രശ്നമോ. അപ്പൊ പുറത്തേക്ക് ആൾക്കാർ ഇങ്ങനെ ഫുൾ ടൈം വഴിയിലേക്ക് കിസടിച്ചെടുക്കണ്ടോ? ഞങ്ങൾക്ക് എടുക്കും. ഇവിടെ കാണാനല്ലേ ഇത്രയും സ്ഥലം പോലെ. ഇതിപ്പോ ഇനി ഇങ്ങനെ കറങ്ങി നമ്മൾ തിരിച്ചു പിടിക്ക് വന്നട്ടാ. ഇവിടെ വരരുത്, അവിടെ വരാൻ മതി. ആ വഴി എങ്ങനെ ഇറങ്ങിപ്പോണം. ഓക്കെ. ഈ ബിൽഡിങ് ഉള്ളിൽ കാണാണ്ട് ഇങ്ങനെ ഒരു ഫോട്ടോയുടെ ഭംഗി കാണാം. പക്ഷെ ഇപ്പൊ നല്ല ലൈറ്റില്ലേ ഫോട്ടോ. നിനക്ക് കാണാൻ പറ്റില്ല പുറത്ത് പറഞ്ഞിട്ട. ഇതിനൊക്കെ നല്ല കട്ടിയുണ്ട്. ഇതൊക്കെ പണിത് എന്തോരം വർഷം പിടിക്കൂലേ. ഇപ്പൊ നമ്മുടെ കേരള ഗവൺമെന്റ് ഒക്കെ പണിയാണെങ്കിൽ 5-6 വർഷം കൊണ്ട് പണി തീർക്കാതിരിക്കും. നൈസ്. ഞാൻ കയറും, വീഴൊന്നുമില്ല. 2 കൊല്ലം കാണാണ്ട് നോക്കുക, എന്നിട്ട് കയറിയാൽ മതിയില്ല. കയറടി. ഇത് ഒരുമിച്ച് കിടക്കാനുള്ള എപ്പോൾ വേണേ ഇടിഞ്ഞ് ഇതിവിടെ പൊളിഞ്ഞുണ്ട് അമ്മമാര്. നൈസ്.
പുറത്ത് പക്ഷെ സ്റ്റാർട്ടിങ് ക്ലോസ് ചെയ്ത് വെച്ചേക്കാ. ശരിക്കും ഇത് എടാ പീക്കോക്ക് ഇപ്പത്തെ നാട്ടുകാർക്ക് ഇപ്പൊ വലിയ സംഭവമല്ല, കാരണം എല്ലാവരും വീട്ടിലുണ്ട്. പണ്ടൊക്കെ ഞാൻ പീക്കോക്കാണ് കൊതിച്ചിരുന്നു. ഇപ്പൊ പീക്കോക്കേ കാണണ്ട. ഇതിപ്പോ എന്താ അവസ്ഥ അല്ലേ, എവിടെയും വീഡിയോ എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. നൈസ് വ്യൂ അല്ലേ. ഇതിപ്പോ എത്രാമത്തെ 5-ാമത്തെ തോന്നുന്നല്ലേ, 4 വേണ്ടേ? ഇത് 5, 6 ഇനിയും ഉണ്ടല്ലേ. ഇത് നീ ഫ്രണ്ടിലൊന്ന് പാർക്കണോ നമ്മൾ വേണ്ടത്? റൗണ്ട് കഴിയാറായാ പേത്തിനറിയാലേ. അപ്പൊ ബാ ബാ അടുത്തേക്ക് വാ. ഇതിപ്പോ ഇവിടെ നേരത്തെ മൂന്നല്ല, എന്താന്നറിയാ, ഇപ്പൊ ലാസ്റ്റ് 5-ാമത്തേക്ക് ആൾക്കാർ കേറില്ല, എല്ലാം സെയിം തന്നെയാണല്ലോ. അപ്പൊ അവിടെ ഫുൾ കപ്പിൾസ് കുട മറിച്ച് കലാപരിപാടികൾ. പിന്നെ ആൾക്കാർ വിചാരിച്ചോട്ടെ എനിക്കെന്താ പ്രശ്നം, ഇത് വെയിലുള്ളാണ്ട് എടുത്താ, ഇത് വെയിലുള്ളാണ്ട് നിക്കണ്ടേ. ഇതിപ്പോ കയ്യിൽ കുട 2 കുട ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇച്ചിന്റെ ബാക്ക് എടുക്കാൻ നടന്നാ നടക്കേ. അത് മറ്റേതുപോലെ ഉണ്ട്, മറ്റേ കുംബ്ലിങ് അല്ല, മറ്റേ സിനിമ ദുൽഖർ മരിക്കണ സിനിമ, സൗബിൻ കഞ്ചാവ് അടിച്ച് കിടക്കണ സ്ഥലല്ലേ. അവര് പോണു. നമുക്ക് നോക്കിയാലോ, പാമ്പുണ്ടാവോ? ഇച്ചിരി ഭംഗിയുണ്ടല്ലോ, ഞാൻ ഫോട്ടോ എടുക്കട്ടെ. ഇത് പഴയ ജയില് പോലുള്ള സ്ഥലമാണ്. പൊളിഞ്ഞ് പാളിസൊക്കെ നോക്കി ഇവിടെ നോക്കി. ഇത് തലക്ക് വീഴാ, ജയിലാണോ? മരത്തിലൊക്കെ കട്ടി നോക്കി മുകളിലേക്ക് കയറണം. ഇത് നമ്മൾ നേരത്തെ കയറിൻ്റെ ബാക്ക് സൈഡ് പോയി നോക്കിയിട്ടേ തിരിച്ചുള്ളിൽ കൂടെ. പക്ഷെ നല്ല രസമുണ്ടല്ലേ. ഇത് ജനലാണ്ട, ജനലയുടെ വൈറ്റാണ് കമ്പി സാധനങ്ങളൊക്കെ. അത് ടോയ്ലറ്റാണ്. ടോയ്ലറ്റാണെങ്കിൽ പോകാണ്ടിരിക്കാം. ബാ പോവാല്ലേ. ഇത് നമ്മുടെ സ്ഥലത്തെത്തി കഴിഞ്ഞു. നമുക്ക് മുകളിലേക്ക് കയറാം. നമ്മളവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി 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 ഇറങ്ങി ഓൾമോസ്റ്റ് ലാസ്റ്റേക്ക് എത്തി. ശരിക്കും കയറാല്ല ഉണ്ടെങ്കിൽ കയറാമോ, എന്നിട്ട് കയറാണ്ട് പോയി കഴിഞ്ഞാൽ മോശമല്ലേ. ഇത് നമ്പർ ഇവിടെ എന്താ നമ്പർ ഇട്ടുണ്ടോ? നമ്പർ ഇല്ലാത്തവരെ അറിയില്ല. ഇത് 6, 7, 8ാമത്തെ സ്ഥലമൊക്കെ ആയിട്ട് തോന്നുന്നു. മഴ വീണ്ടല്ലോ. ഇതിപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗങ്ങളായിരിക്കും. നീ കയറി എൻട്രി ഭാഗത്തെത്തി അല്ല. ഇതിപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് കയറി ഇങ്ങനെ കറങ്ങി കറങ്ങി ഇവിടെ എത്തി. ശരിക്കും ഫോർട്ട് അല്ല, നിങ്ങളുടെ അടുത്ത ഫോർട്ടിൽ അല്ല ക്യാസലില്ലേ? അവിടെ ക്യാസൽ പക്ഷെ ഇല്ലല്ലോ. ചെറിയൊരു ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഫോർട്ട്. ഇങ്ങനെ കുറെ ഉണ്ടകൾ കാര്യങ്ങളൊക്കെ. ഞങ്ങക്ക് പുറത്തേക്ക് നോക്കിയ ബീച്ചും മറ്റേ ഇവരുടെ ജയില്, പീരങ്കി, ഇത് വാറ് പറഞ്ഞ മുന്നേ പണിതിട്ടായിരിക്കും. കഴിഞ്ഞിട്ട് ഇവര് താമസിക്കാനുള്ള സ്ഥലമില്ലല്ലോ എന്ന് ഞാൻ ചോദിക്കണേ. അതുണ്ടായത് പോയിട്ടുണ്ടാവും. പിന്നെ അങ്ങനെയൊക്കെ പോവാൻ പോവാം. ഇതാണ് ആയിരിക്കും മറ്റേ പാലസ് എന്നൊക്കെ പറയാൻ പറ്റിയ സെറ്റപ്പ്. പക്ഷെ ഒക്കെ ദ്രവിച്ച് അലമ്പായിട്ട് പോയി. അതാരായോട് കയറി കാണാനോ ഒന്നും പറ്റില്ല. അങ്ങനെ മഴ പെയ്യുന്നു, പൊടിക്കാറ്റ് പെയ്യുന്നു. ഇതൊക്കെ പഴയ ബിൽഡിങ്ങാണ്. പക്ഷെ ഇതൊക്കെ കയറി കണ്ടാലല്ലേ ഇതിൻ്റെ ഉള്ളിൽ എന്താണോ ഉള്ളത് എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അത് വളരെ മോശമായി പോയിട്ടാ അല്ലേ. അവരുടെ ഡാൻസ് കഴിഞ്ഞാണോ
വീഡിയോ കിട്ടിയപ്പോൾ ചേട്ടാ ഞങ്ങൾക്ക് കുറച്ച് ഷോർട്സ് എടുക്കാനായിട്ട് അതെ കഴിഞ്ഞു ലാസ്റ്റത്തെ ഫോട്ടോ സെക്ഷനാണ് പാവങ്ങൾ. അപ്പം നിങ്ങൾക്ക് വരാണെങ്കിൽ ഒരു ഹാഫ് ഡേ സ്പെൻഡ് ചെയ്യാം, കപ്പിൾസ് വരാണെങ്കിൽ ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാം അല്ല. ക്രേവിങ് വെച്ചാൽ വിശക്കുന്ന വെച്ചാൽ ഉള്ളിൽ ഇങ്ങനെ എരിയ, അതുപോലെ ഇത് ഇപ്പൊ ലൈക്ക് ആയോടി ഒരു കൊത്തുപണികൾ എന്ന് പറയുന്നത് ആ സാധനം മാത്രമേ ഉള്ളൂ, വേറെ എവിടെ നമ്മൾ കണ്ടില്ല. അതാണ് ആയോടിയുള്ള പ്രശ്നമല്ലേ അല്ലേ? അതെനിക്കറിയില്ല. ഐദർ അലിയാണോ, ഐദർ സുൽത്താൻ അങ്ങനത്തെയൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് കറങ്ങിയെത്തി. ഐദറിന്റെ ഇതുണ്ടല്ലോ, ഞാൻ അലി സുൽത്താനൊക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മൾ കഴിഞ്ഞു, ഫോർട്ടിൻ്റെ കഴിഞ്ഞു. ഇനി അവിടെ പോയി നോക്കണോ? എൻട്രിയുടെ അപ്പുറത്ത് നമ്മളത് കയറിയില്ല. വ്യൂ സെയിം തന്നെയാണല്ലോ. ഇവിടെ എന്തുണ്ട്? ഇതിൻ്റെ മുകളിൽ ഇത് അമ്പലത്തിൻ്റെ മോൾ ഭാഗം, അതാണ് അമ്പലം. നടക്കാം. പക്ഷെ ഈ ഒരു ഇതുണ്ടാക്കിയിട്ട് ഫോട്ടോ ഉണ്ടാക്കിയിട്ട് പാലസ് ഇല്ലാത്തത് വളരെ മോശം. അറിയില്ല, പോയി നോക്കാം. ഫസ്റ്റ് ഓടി പോയി നോക്ക്. ഓ ഇതേ പീരങ്കി, പീരങ്കി അല്ല പ്രാർത്ഥന ചോട്ടണ്ട. എന്ത് രൂപ ബാബാ എന്തിനാവട്ടെ. ഇത് അമ്പലമാണ് കേട്ടോ, അമ്പലത്തിന്റെ. ശരിക്കും ഇങ്ങനത്തെ ബിൽഡിങ് ഭയങ്കര രസമുണ്ടാവും. പണ്ടത്തെ ഒരു ഫീല് വരും, പക്ഷെ അതൊന്നും ഇല്ല. അതാണ് ഇവിടെ താഴെയുള്ള പ്രശ്നം. ഇവിടെ അതുണ്ടെങ്കിൽ വുഡ് ബി ഗുഡ്. ഇനി വെറുതെ കയറി നോക്കാം അല്ലേ? ഇത് പക്ഷെ ചെറിയ റൗണ്ട് ആവണം, എല്ലാം സെയിം വലുപ്പം തന്നെയാണോ? ഇത് രണ്ടും ചെറുതാ. എടി ഇതിനുണ്ടാ. പക്ഷെ ഈ ഓട്ടോകൾ എന്തിനാന്നറിയോ? പിന്നെ മറ്റേ പീരങ്കി വളയ്ക്കാതെ വിളിക്കാനൊന്നും പറ്റില്ല. ഇതാണ് ഇതിന്റെ ഓട്ടം. ഇത് രണ്ടെണ്ണ മുകളിലേക്കും ഇങ്ങനെ താഴേക്കും ഉണ്ട്. ഈ താഴെ തടഞ്ഞ് സത്യത്തിൽ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ എഴുതി വെക്കണം. ഇതൊക്കെ എന്താണ്, എന്തിനാണ്, ഇതിന്റെ പർപ്പസ് എന്താണ്? എന്ത് പർപ്പസാ? കപ്പിൾസ് പർപ്പസാണോ? അല്ലാണ്ട് പക്ഷെ ഇല്ല. പക്ഷെ ഗവൺമെന്റുകാർ കാശ് പിടിക്കുന്നല്ലോ ആൾക്കാർ. നമുക്ക് വീട് എടുക്കാൻ പറ്റാത്ത ദിവസമല്ല, ആരും ഫാമിലിക്ക് വരാൻ പറ്റണ്ടാവില്ല. കൊണ്ടുവരുമോ ഇതെല്ലാം കാണാന്ന് പറയില്ലേ? ശരിയായിരിക്കും. ഒരു 90-50 സാധനം കിട്ടി നമ്മുടെ എൻ്റെ സ്കൂളില്ലേ, ആ സെറ്റപ്പുള്ള സ്കൂൾ പോലെ ഉണ്ട്. അത് പുതിയതാ, അത് പുതിയ ബിൽഡിങ്ങാ. അത് പഴയത് ഫീലാക്കാൻ വേണ്ടി പേടിച്ചിട്ടിറങ്ങി കയറണ്ടാവാ. പിന്നെ കേറില്ല. അതാ പറഞ്ഞേ, നമുക്ക് റോട്ടിൽ നടക്കാം, ഓട്ടോയ്ക്ക് കയറണം. അതായത് ഫസ്റ്റ് അതാണ് ആൾക്കാർ ആ 4th 5th. നമ്മളുള്ളത് ഇപ്പൊ ധോനിയല്ല ധോനിന്നാണ് ഉദ്ദേശിക്കണേ. സൗണ്ട് ധോനിന്ന് വേടുവന്നേ, ധോനിന്നാ. ഇത് ഇവിടെ തിങ്കളാഴ്ച അവധിയാണ്. നീ ഇവിടെ നോക്കണേ വാ. ഇവിടെ ട്രക്കിംഗ് ഉള്ളു, 4.5 കിലോമീറ്റർ ഉള്ളിലാണ് വാട്ടർഫോളിന്ന്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതെയാ, അങ്ങനെ നടക്കാം. ഇതിലെന്തിനും പറയുന്നത് ചെറുവിടെ ആരും മനുഷ്യരില്ല. ഞാൻ ഫ്രണ്ടിൽ പോയിട്ട് വീട്ടിലേക്ക് തിരിച്ചു പ്രാന്താണോ അത് ചേച്ചി? അതാ അവിടെ എന്തോ സാധനമൊക്കെ ഉണ്ട്, അവിടെ നോക്കാം. ഇതാണ് ഇവിടെ എഴുതിയേക്കണേ. നീ വാ, കാടല്ല മോളാണ് കാടിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ നോട്ട്. ഇതിന്റെ ധോനി എന്ന് പേരലങ്കാരം അങ്ങനെയാണ്. നീ വാടി, ഇവിടെ മനുഷ്യന്മാരുള്ളത് കാടില്ല. നിങ്ങളുടെ പേടി ചോദിക്കുക. അവിടെ എൻട്രി ചെയ്ത് ഇവിടെ നിങ്ങൾ ഇടരുത്. ഫോറസ്റ്റിന്റെ ഫ്യൂച്ചർ ഓഫ് ദ നേഷൻ. ഇവിടെ എൻട്രി ചെയ്തിട്ടുണ്ടാവും.
വേറെ ആൾക്കാരുണ്ട് അത് വഴിക്ക് കിടത്തി വിടില്ലേന്ന് അവരിപ്പോ പറയുന്നു. ആനനെ കണ്ടാ? ഇതിലൊരു ആനയുണ്ട്. കൊമ്പുണ്ട് നീ ആന. ഇത് ആനേനെ എവിടെയാണ് കെട്ടാ? ആ മരത്തിന് കണ്ടാ? അതിൻ്റെ ഉള്ളിലാണ് കെട്ടാ. ബാ നമുക്കിനെ പുറത്തേക്ക്. ഇത് സംഭവം എന്താണെന്ന് അറിയോ? ഈ 10:30 11:30 മുന്നേ വന്നാലേ ഇങ്ങനെ ബാച്ച് അത് കോമഡി എന്ന് പറയാ. മിനിമം 4 പേര് വേണം. അത് ക്യാൻസൽ ആവും. ആൾക്കാർ വരുന്നതാണ്. 4.5 കിലോമീറ്റർ നടന്നു പോകാൻ ഈ വഴിയാണ് നടന്നു പോണേ നേരെ. 3 മണിക്കൂറത്തെ ട്രക്കിങ് ആണ്. ആ ടൈമിൽ വന്നു കഴിഞ്ഞാൽ 2ാം ബാച്ച് 1:30, 3ാം ബാച്ചിന് നിൽക്കാമല്ലോ. തൊഴിലേക്ക് അത് സുഖമായിട്ട് പോകാലോ. കമാൺ ഷോർട്സ് കിട്ടാം. അങ്ങനെ നമ്മൾ മേടിച്ച പെപ്പർ ഗ്രിൽ ചിക്കൻ ഇത് കട്ട് ചെയ്യാന്നിട്ട് കട്ട് ചെയ്ത് 2 പീസാക്കി ഇങ്ങനെ കട്ട് ചെയ്യുള്ളൂ. പനീർ ബാക്കിയാണ്. നീ ഞാൻ പാട്ട് പാടാൻ പോയിരുന്നത് കോമഡി ആയാണ്. അല്ല സ്മൂത്താ. ആ പ്ലേറ്റ് ആവശ്യമില്ലേ? അത് പനീർ കഴിക്കാൻ. ഏത് വാട്ടർഫോൾ നിങ്ങൾ പറഞ്ഞേ? മീൻ വെള്ളം വാട്ടർഫോൾ. നമുക്ക് ഭയങ്കര ഭാഗ്യമാണ്. നമ്മളെല്ലാം അടച്ചിട്ട് എത്തണം. 3:30 ക്ലോസ് ചെയ്യും. അപ്പം നമ്മൾ വീണ്ടും കാട്ടിക്കൂടെ കുറച്ച് കയറി. അപ്പം അവിടെ ഉണ്ട് നല്ലൊരു വാട്ടർഫോള്. അതാണോ മീൻ വെള്ളം വാട്ടർഫോൾ എന്നറിയില്ല. പക്ഷെ നിങ്ങളിപ്പോൾ വരുമ്പോൾ പാലക്കാട് വരുമ്പോൾ ടൈം മസ്റ്റാണ്. അല്ലെങ്കിൽ ചമ്മി പോകേണ്ടി വരും. ഇങ്ങനെയുള്ള ആൾക്കാർ കുറവായതുകൊണ്ടാണ് ഒരു ടൈം വളരെ കുറവ് വയ്ക്കണം എനിക്ക് തോന്നുന്നു. ഇതെന്ന് പറയാ മീൻ വെള്ളം വെല്ലം എന്നാണ് ജലം. ഇത് നല്ല തണുപ്പുണ്ടല്ലേ. ബാബാ ഫോഴ്സ് കേട്ടെ ഇവിടെ നിന്ന് സ്റ്റാൻഡ്. നീ ആ വഴി പോരുന്നു കേട്ടോ. ബാ അന്ന് കാണിയോ? അതെ അവിടെ ആൾക്കാർക്ക് കുളിക്കണോ? ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ഇവിടെ ഫ്രീ ആന്ന് തോന്നുന്നു. ഇവിടെ കുളിക്കാൻ പറ്റും. ഡിറ്റ ടാസ്ക് കംപ്ലീഷൻ ചെയ്യുന്നു. വരൂ ഡിറ്റേ വരൂ. നടന്നോ. ഡിറ്റ പേടിത്തൊണ്ടി പേടിച്ച് വരുന്നു. ഓടി വന്നിട്ട് ചണ്ടി എങ്ങണ്ട്. അതെ ചേച്ചിയുണ്ട് ടിക്കറ്റ്. നമ്മളവിടെ എത്തിയപ്പോൾ ഒരു ചേച്ചിനെ കണ്ടു. അപ്പോൾ ചേച്ചി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ 4:30 വരെ ടിക്കറ്റ് തരും. 4:15 വരെ. നമ്മൾ 4:15 എത്തിയിട്ടുണ്ട്. പക്ഷെ ആ ചേച്ചി നിർബന്ധിച്ച് തന്നാണ്. ആ ചേച്ചിക്ക് തരാൻ വേണ്ടി എഴുതി പേരൊക്കെ തോന്നി. അയാ ചേച്ചിക്ക് ആശാത്തി. ചേച്ചിക്ക് അയാൾക്ക് ആശാത്തി. ഞങ്ങൾ കയറിക്കോട്ടെ ഞാൻ ചേച്ചി കയറ്റിയാണ്. അപ്പോൾ നമ്മൾ നാളെ അവിടേക്ക് വരാമെന്ന് വിചാരിക്കുന്നു. ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട്. ഇത് നല്ല വെള്ളം. നേരത്തെ ഫോഴ്സ് ഭയങ്കരമല്ലോ. ഇവിടെ ഫോഴ്സ് ഇല്ല. ഇവിടെ ഭയങ്കര വെള്ളപ്പൊക്കം കാര്യമാണ്. നല്ല ആ ചേച്ചി പറഞ്ഞിട്ടുണ്ടോ ഡാമിൽ വെള്ളം പിടിച്ചേക്കുള്ള വൈദ്യുതി ഉണ്ടാക്കണില്ല. അപ്പോൾ വെള്ളത്തിൻ്റെ ഫോഴ്സ് വെള്ളം കൂടുതലാണ്. അപ്പോൾ വെള്ളച്ചാട്ടങ്ങൾ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ നാളെ കാണാം. നീ എന്താ ഉദ്ദേശിക്കണേ? നല്ല ഭംഗിയില്ലേ? ഇത് നമ്മുടെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ആ മനോഹിക്കുന്ന സ്ഥലേ. നാളെ അടിപൊളിയായിരിക്കാം. നാളെ തന്നെ വരാം. വെള്ളച്ചാട്ടം നല്ല വെള്ളച്ചാട്ടം. പാലം പൈപ്പുള്ള പാലല്ലേ. തെന്നി പോരുത് കേട്ടോ. നിന്റെ പടക്കം നോക്കി കിടക്കാം. ഇവിടെ വേറെ പാലം പണിയാൻ വെച്ചിട്ടുണ്ട്. എന്തോ ഇങ്ങനെ അവിടെ വീടൊക്കെ ഉണ്ട്. വീടുണ്ട്. നല്ല ഒഴുക്കുള്ള സ്ഥലം. ഡേറ്റ വീഡിയോ എടുക്കുമ്പോൾ ഞാനെടുക്കുമ്പോൾ പിന്നെ ഡേറ്റ എടുക്കണ വീഡിയോ ആരും കാണൂല. അങ്ങനൊരു പ്രത്യേകതയുണ്ട്. ഞാനെടുക്കുന്ന എല്ലാ വീഡിയോ നാട്ടുകാരും കാണിക്കും. ഇടും. നാട്ടുകാർ കണ്ടിരിക്കുന്ന ഇടും. അതാണ് വ്യത്യാസം. നല്ല ഫോഴ്സ് അവിടേക്ക് പോവാം. നല്ല സൗണ്ട്. എന്റെ വെള്ളത്തിന് ഫോഴ്സ് കാണുന്ന പേടിയാവണല്ലേ. ഇത് ഏത് സ്ഥലം എന്നറിയോ? മീൻ വെള്ളം വെള്ളച്ചാട്ടത്തിന്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. മഴക്കാലമായതുകൊണ്ട് നല്ല വെള്ളമുണ്ട്.
പുഴയൊക്കെ കവിഞ്ഞൊഴുകാണ്. ഓ പേടിയാണ്, ഇവിടൊക്കെ പേടിയാണ്. ഇവിടെ ആൾക്കാർ ഭയങ്കര കുറവാണ് കേട്ടോ, വളരെ കുറവ് ആൾക്കാരുള്ളൂ ഇവിടെ. അപ്പൊ നൈസ് വ്യൂ ആണ്, ഇവിടെ വന്ന് ചില്ല് ചെയ്യാം. അവിടെ ഒരു വീടൊക്കെ ഉണ്ട്, കറണ്ടൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. നൈസ് ബ്രോ. തണുക്കണ്ട ഇപ്പൊ പറഞ്ഞിട്ട് ഇതാണ് നമ്മുടെ ഹോട്ടൽ. അപ്പൊ നമ്മള് ചായ കുടിക്കാൻ ഫുഡ് കഴിക്കാൻ പുറത്തേക്ക് ഫുഡ് വാങ്ങിക്കണം, അവിടെ കഴിക്കല്ലേ. ഡേറ്റയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവിൽ മിൽക്ക് കുടിക്കുന്നത്. അതിൽ നമ്മൾ അവിൽ മിൽക്ക് ഡ്രൈ നട്ട്സിൻ്റെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് 2 എണ്ണം. ഇതാകണം പോലെ എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെയറിയില്ല, പക്ഷെ രസമുണ്ട്. അങ്ങനെ നമ്മുടെ അവിൽ മിൽക്ക് എത്തിയിരിക്കുന്നു. അയച്ചോക്ക് ഇതൊരു പാടുണ്ടല്ലേ. ആനേട്ടെ ഞാൻ ചെയ്യാൻ തരാം. ഇതിന് കുത്തി താഴ്ത്തും. കന്നഡ വൈബ്സ് ഗൈസ്. How's it? പഴത്തിന് ടേസ്റ്റ് കിട്ടിയ നല്ല കഴിച്ചിട്ട് പറയാം കേട്ടാ. ഇത് കഴിക്കാൻ സമയം പിടിക്കും. ഇതെങ്ങനെയുണ്ട് മിൽക്ക്? ഇഷ്ടമായി? ഇത് ഇനി മിക്സ് ആക്കണം. ഞാനിപ്പോൾ ഒക്കെ താഴേക്ക് ആക്കിയിട്ടുണ്ട്. നട്ട്സൊക്കെ താഴേക്കാണ്ട് ഐസ്ക്രീമൊക്കെ താഴേക്കായിട്ട് മിക്സ് ചെയ്ത് കഴിക്കണം. ഇഷ്ടപ്പെട്ടു? അതൊരു ആഗ്രഹം കഴിഞ്ഞില്ലേ, അത് ഇതൊക്കെ ട്രൈ ചെയ്യണം. എല്ലാ ദിവസവും ചാലക്കുടി പോകുമ്പോൾ വേറെ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞിട്ടായിരിക്കും